കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സിഖ് മത നേതാവായിരുന്നു ചേർത്തല സ്വദേശിയായ കെ.സി. കുട്ടൻ എന്ന കെ.സി. ജയസിംഗ്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ പോയി സിഖ് മതം സ്വീകരിച്ച ചേർത്തലക്കാരായ 3 പേരിൽ ഒരാളാണ് കെ.സി. ജയസിംഗ് എന്ന കെ.സി. കുട്ടൻ. കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സിഖ് മത നേതാവായിരുന്നു ചേർത്തല സ്വദേശിയായ കെ.സി. കുട്ടൻ എന്ന കെ.സി. ജയസിംഗ്. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ പോയി സിഖ് മതം സ്വീകരിച്ച 3 ചേർത്തലക്കാരിൽ ഒരാളാണ് കെ.സി. കുട്ടൻ. കോൺഗ്രസ് നേതാവും ചേർത്തല നഗരസഭാ ചെയർമാനുമായിരുന്ന കെ.സി. വിജയന്റെ പിതാവാണ് കെ.സി. കുട്ടൻ എന്ന കെ.സി. ജയസിംഗ്. ചേർത്തലക്കാരായ ഭാസ്കരൻ, ദാമോദരൻ എന്നിവരോടൊപ്പം പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ പോയി മൂവരും സിഖ് മതം സ്വീകരിച്ചു. നാട്ടിലെത്തിയ അവർ തലപ്പാവും കൃപാണും നീട്ടി വളർത്തിയ താടിയുമായി നല്ല അസൽ സിഖുകാരായി ജീവിച്ചു. കടക്കരപ്പള്ളി സ്വദേശി ഭാസ്കരൻ ഭൂപേന്ദ്ര സിംഗ് ആയപ്പോൾ പുത്തനമ്പലം സ്വദേശി ദാമോദരൻ ഭഗവാൻ സിംഗ് ആയി. പുതിയ മതം അവർ കേരളത്തിൽ പ്രചരിപ്പിച്ചു. കുറേയേറെ പേർ അതിൽ ആകൃഷ്ടരായി. അവരുടെയെല്ലാം നേതാവായിരുന്നു കെ.സി. കുട്ടൻ എന്ന ജയ്സിംഗ്. ജയ്സിംഗ് ആള് ചരിത്രപുരുഷൻ തന്നെ. കാരണം ചരിത്രം രചിച്ച ശേഷമാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മടങ്ങിയത്. ജാതിക്കെതിരായ കലാപത്തിൽ കേരളത്തിൽ മുന്നിൽ നിന്ന ജയ്സിംഗ് നാട്ടുകാരായ ചേർത്തലക്കാർക്ക് പോലും അജ്ഞാതൻ. പക്ഷേ പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. യുഗപുരുഷൻ എന്ന സിനിമയിൽ കെ.സി. കുട്ടൻ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയത് മമ്മൂട്ടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ മുൻനിര പോരാളി. കായബലം കൊണ്ട് തന്നെ കാലമാറ്റത്തിന് തടസ്സം നിന്നവരെ നേരിട്ടു. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ അദ്ദേഹം ഉത്തരേന്ത്യ, മലയ, പെനാങ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ഗുരുദർശനങ്ങൾ എത്തിച്ച ആദ്യ മലയാളി. ഈ സമയത്തായിരുന്നു സിഖ് മത സ്വീകരണം. കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് പോലും കാരണക്കാരനായത് മറ്റൊരു ചരിത്രം. പ്രതിഷ്ഠയ്ക്കെത്തിയ ഗുരുവിനോട് വിഗ്രഹം പ്രതിഷ്ഠിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യനോട് എതിരു പറഞ്ഞില്ല. വിഗ്രഹവാദികളോടും സമാന മനസ് ഗുരു പുലർത്തി. 2 കൂട്ടരെയും ശാന്തരാക്കി കണ്ണാടി പ്രതിഷ്ഠിച്ച ഗുരു മറ്റൊരു ചരിത്രവും സൃഷ്ടിച്ചു. അഖില കേരള തീയ യുവജന സംഘവും ഒപ്പം സഹോദര പ്രസ്ഥാനവും രൂപീകരിച്ച അദ്ദേഹം മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ നിന്ന് പക്ഷേ അടർന്നുപോയി. 1920 ചേർത്തലയിൽ നിന്ന് കരപ്പുറം എന്നൊരു മാസിക നടത്തിയത് അധികം ആർക്കും അറിയില്ല. SNDP ഡയറക്ടർ ബോർഡ് അംഗമായ അദ്ദേഹം SNDP ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് സിഖ് മതം വിട്ട് വീണ്ടും ഹിന്ദുമതം സ്വീകരിച്ചു. 1921 സാഹോദര്യം പുലരാൻ വർണ്ണാശ്രമ ധർമ്മം വലിച്ചെറിയുക എന്ന മുദ്രാവാക്യവുമായി സഹോദര സംഘം സമസ്ത കേരള സഹോദര സമ്മേളനം നടത്തിയപ്പോഴും കെ.സി. കുട്ടനും ആർ. സുഗതനുമൊക്കെ അതിൻ്റെ സംഘാടനത്തിൽ സഹോദരനൊപ്പം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗ്രഹസ്ഥ ശിഷ്യനും നവോത്ഥാന പോരാട്ടങ്ങളിലെ മുന്നണി പോരാളിയുമായിരുന്നെങ്കിലും ഭക്ത ശിരോമണികളുടെ ശ്രീനാരായണ സാഹിത്യത്തിലോ ചരിത്രത്തിലോ പക്ഷേ കെ.സി. കുട്ടന് ഇടം ലഭിച്ചില്ല. 1967 നവംബർ 8-നാണ് കെ.സി. കുട്ടൻ അന്തരിച്ചത്. കോൺഗ്രസ് നേതാവും ചേർത്തല നഗരസഭാ ചെയർമാനുമായിരുന്ന കെ.സി. വിജയൻ ഉൾപ്പെടെ 9 മക്കളുണ്ട് കെ.സി. കുട്ടന്. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്ക് വശത്ത് കിഴക്കേ ഭാഗത്താണ് കെ.സി. കുട്ടൻ്റെ കുടുംബം.